ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനേ ഇല്ല. സമ്പാദ്യത്തിലെ നിർദ്ദേശം അനുസരിച്ച് മ്യൂച്വൽ ഫണ്ട് പുനർനിക്ഷേപിച്ചു. അതുകൊണ്ട് ഒന്നും നിക്ഷേപിക്കാതെ തന്നെ 500,000 രൂപയുടെ ഇളവ് കിട്ടി. ഇതെന്റെ സമ്പാദ്യം. ഫലപ്രദമായ നിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ ഉപദേശങ്ങൾ, ബിസിനസ്സിൽ വിജയിച്ചവരുടെ കഥകൾ. ഇപ്പോൾ കൂടുതൽ പുതുമകളോടെ മനോരമ സമ്പാദ്യം. 20 ലക്ഷം രൂപയുടെ കടബാധ്യത എനിക്കുണ്ടായിരുന്നു. സമ്പാദ്യം ഹാപ്പി ലൈഫ് പങ്ക്തിയിലെ നിർദ്ദേശമനുസരിച്ച് കടബാധ്യത പരിഹരിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ എന്റെ കടങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിവായി. ഇതെന്റെ സമ്പാദ്യം. ഫലപ്രദമായ നിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ ഉപദേശങ്ങൾ, ബിസിനസ്സിൽ വിജയിച്ചവരുടെ കഥകൾ. ഇപ്പോൾ കൂടുതൽ പുതുമകളോടെ മനോരമ സമ്പാദ്യം. ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. സമ്പാദ്യത്തിലെ നിർദ്ദേശങ്ങളും ഓഹരി ശുപാർശകളുമാണ് അതിനെന്നെ സഹായിച്ചത്. അതുകൊണ്ട് ഓഹരി നിക്ഷേപത്തിൽ മികച്ച വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതെന്റെ സമ്പാദ്യം. ഫലപ്രദമായ നിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ ഉപദേശങ്ങൾ, ബിസിനസ്സിൽ വിജയിച്ചവരുടെ കഥകൾ. ഇപ്പോൾ കൂടുതൽ പുതുമകളോടെ മനോരമ സമ്പാദ്യം. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോ പുതിയൊരു ബിസിനസ് സ്വപ്നമായിരുന്നു. സമ്പാദ്യത്തിലെ ബിസിനസ് ഫോർ യു ലേഖനം വായിച്ചതിന് ശേഷം സ്വന്തമായ ഒരു ദോശ മിക്സ് യൂണിറ്റ് തുടങ്ങി. ഇപ്പൊ മാസം 60,000 രൂപ ലാഭമുണ്ട്. ഇതെന്റെ സമ്പാദ്യം. ഫലപ്രദമായ നിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ ഉപദേശങ്ങൾ, ബിസിനസ്സിൽ വിജയിച്ചവരുടെ കഥകൾ. ഇപ്പോൾ കൂടുതൽ പുതുമകളോടെ മനോരമ സമ്പാദ്യം. കഴിഞ്ഞ ദിവസം പുതിയൊരു കാർ വാങ്ങി. സമ്പാദ്യത്തിലൂടെ ഇൻഷുറൻസ് പോളിസി കമ്പനികളും ഡീലർമാരും നൽകുന്ന വാഗ്ദാനം ശരിക്കും മനസ്സിലാക്കി. അങ്ങനെ 24,000 രൂപ എനിക്ക് ലാഭം കിട്ടി. ഇതെന്റെ സമ്പാദ്യം. ഫലപ്രദമായ നിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ ഉപദേശങ്ങൾ, ബിസിനസ്സിൽ വിജയിച്ചവരുടെ കഥകൾ. ഇപ്പോൾ കൂടുതൽ പുതുമകളോടെ മനോരമ സമ്പാദ്യം. ഇരട്ടിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് കുറെ കാശ് എങ്ങാണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് കിട്ടിയില്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എത്ര കാലമായി വാടക വീട്ടിൽ കഴിയുന്നു. മോളുടെ കാര്യം ഓർക്കുമ്പോഴാ. നമ്മള് സാധാരണക്കാരാ. എന്തെങ്കിലും ഒരു സമ്പാദ്യം. എന്തിനായി ടെൻഷൻ? നമുക്ക് പറ്റൊരു വഴികാട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സമ്പാദ്യം, സമ്പത്തിലേക്കുള്ള വഴികാട്ടി. ഒരു മലയാള മനോരമ പ്രസിദ്ധീകരണം.